കേരള സിലബസ് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അതിന്റെ സമ്മറി മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്ന റസ്കിൻ ബോണ്ട് എന്ന വളരെ ഫേമസ് ആയ ഒരു റൈറ്ററാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ പ്രിഫേസ് ആയി തന്നിട്ടുള്ള ഭാഗം ഒന്ന് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ അല്പസമയം ചിലവഴിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി അത് ഏതാണ് അല്ലെങ്കിൽ ഏതായിരുന്നു? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേണി. നമുക്കൊരു മുത്തശ്ശിയെയും അതുപോലെ അവരുടെ കൊച്ചുമകനെയും ഒരുമിച്ച് യാത്ര പോകുന്ന ഒരു മുത്തശ്ശിയുടെയും ഒരു കൊച്ചുമകന്റെയും കൂടെ കൂടാം. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ആ പ്രദേശത്തിന്റെ സൗന്ദര്യം അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് കൂടി അതൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവരുടെ ആ ബന്ധത്തിന്റെ, മുത്തശ്ശിക്കും കൊച്ചുമകനും ഇടയിലുള്ള ആ ബന്ധത്തിന്റെ ഊഷ്മളത, അതിന്റെ വാംത്ത്, അതും നമുക്കൊന്ന് അനുഭവിച്ചറിയാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. റസ്കിൻ ബോണ്ടിന്റെ ഫേമസ് ആയ ഷോർട്ട് സ്റ്റോറീസിൽ ഒന്നാണിത്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. മുത്തശ്ശിക്ക് നദി ഒഴുകുന്നതിന്റെ ആ ശബ്ദം, ദ ഡിസ്റ്റന്റ് റോർ എന്ന് പറയുമ്പോൾ ദൂരെ കൂടി നദി ഒഴുകുന്നത്. റോർ എന്ന വാക്കിന് ഗർജനം, അലർച്ച, ആ അർത്ഥമെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും എടുക്കണ്ട. നദി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം അത് ഗ്രാനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. പൈൻ നീഡിൽസ് എന്ന് പറയുന്നത് പൈൻ മരത്തിന്റെ കൂർത്ത ഇലകൾ, അതിന്റെ സ്മെല്ല്, അത് സ്മെല്ല് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. അവരുടെ കൊച്ചുമകനായ മണിയുടെ സാമീപ്യവും അവർക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പുഴയുടെ ശബ്ദം ഗ്രാനിക്ക് കേൾക്കുമായിരുന്നു, അതുപോലെ തന്നെ പൈൻ മരത്തിന്റെ ഇലകളുടെ ഗന്ധവും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഈ മരം കാണാനോ പുഴ കാണാനോ കഴിയില്ലായിരുന്നു. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. കൊച്ചുമകന്റെ സാമീപ്യം മുത്തശ്ശിക്ക് അറിയാം, പക്ഷെ അവന്റെ ആ ഒരു ഫസി ഹെയർ, എണ്ണയില്ലാത്ത, ഒട്ടും ഒതുക്കമില്ലാത്ത ആ മുടി, അത് സ്പർശിച്ച് അവർക്ക് അത് അറിയാൻ സാധിക്കും. ചിലപ്പോൾ അവന്റെ ബ്ലാക്ക്ബെറി പോലിരിക്കുന്ന അവന്റെ കണ്ണുകൾ കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവൻ ചിരിക്കുമ്പോൾ അവന്റെ പല്ലിന്റെ തിളക്കം, ഇത്രയൊക്കെയേ മുത്തശ്ശിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അവർക്ക് കാഴ്ച വളരെ കുറവായിരുന്നു. ഗ്ലീം എന്ന വാക്കിന് തിളക്കം എന്നാണ് അർത്ഥം. ഫസി ഹെയർ എന്ന് പറയുമ്പോൾ ഒട്ടും എണ്ണമയമില്ലാത്ത, ഒരു ഒതുക്കവും ഇല്ലാത്ത മുടി, വേണ്ടതുപോലെ കെയർ ചെയ്യാത്ത മുടി. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. നല്ല പഴക്കമുള്ള കണ്ണടയാണ് ഗ്രാനി ധരിച്ചിരുന്നത്. ഷീ ഹാഡ് ബീൻ വിയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷത്തിലധികമായി ഗ്രാനി ഇത് തന്നെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ. അവരുടെ കാഴ്ചശക്തി അത് ക്രമേണയായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ. സ്റ്റെഡിലി വീക്കർ എന്ന് പറയുമ്പോൾ ക്രമേണയായി അവരുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടുവരികയാണ്. And the glasses were now scratched and spotted. അതുപോലെ തന്നെ ഈ കണ്ണടയിലോ അതിലിപ്പോൾ നിറയെ വരകൾ ഉണ്ടായിരുന്നു, സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, അതുപോലെ കുത്തും പുള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. 10 വർഷത്തിലധികമായി ഉപയോഗിക്കുന്ന കണ്ണടയാണ്. So there was very little she could see through them. കണ്ണട വളരെ പഴകിയതായത് കാരണം തന്നെ മുത്തശ്ശിക്ക് അതിലൂടെ വളരെ കുറച്ചു മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. വെരി ലിറ്റിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. മണിക്കും അവന്റെ അച്ഛനും മുത്തശ്ശിയുടെ കണ്ണുകൾ ടെസ്റ്റ് ചെയ്ത് പുതിയ ഗ്ലാസസ് വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നി. ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ്. കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, വല്ലാതെ വൈകിയിരിക്കുന്നു എന്നവർക്ക് തോന്നി. ഇറ്റ് വാസ് ഹൈ ടൈം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, വൈകിയിരിക്കുന്നു എന്ന് പറയാനാണ്. വെൽ യു നോ വി കാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ഗ്രാനിക്കും അറിയാം പുതിയ കണ്ണട വേണമെന്ന്, പക്ഷെ അവർക്ക് ടൗണിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാനി പറയുകയാണ്, നമുക്ക് ഈ വില്ലേജിൽ, അവർ താമസിക്കുന്ന വില്ലേജിൽ കണ്ണട കിട്ടില്ല. വി കാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ്. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മിസോറി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. ഇവർ താമസിക്കുന്നതിന്റെ ഏറ്റവും അടുത്ത ടൗൺ മിസോറിയാണ്. അവിടുത്തെ ഐ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരുമെന്ന് മണി മുത്തശ്ശിയോട് പറഞ്ഞു. യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മിസോറി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. ഏറ്റവും അടുത്ത ടൗൺ അതാണ്. ബട്ട് ദാറ്റ്സ് എ 2-day ജേണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി പ്രതിഷേധം അറിയിക്കുകയാണ്. പ്രൊട്ടസ്റ്റഡ് ഗ്രാനി എന്ന് പറയുമ്പോൾ ഗ്രാനി പ്രതിഷേധിച്ചു, പക്ഷെ അത് 2 ദിവസത്തെ യാത്രയാണ്. ദാറ്റ്സ് എ 2-day ജേണി. 2 ദിവസത്തെ യാത്രയായത് കാരണം തന്നെ ഗ്രാനിക്ക് പോവാൻ താല്പര്യമില്ല. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി ഓരോ ഒഴികഴിവുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്.
ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയിൽ നിന്ന് വിട്ട് 2 ദിവസം മണിയെ വിട്ടു നിൽക്കാൻ മുത്തശ്ശിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് ക്യാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവന് 11 വയസ്സുണ്ടായിരുന്നു. അവന്റെ കാര്യങ്ങൾ നോക്കാൻ അവൻ ശരിക്കും പ്രാപ്തനുമായിരുന്നു. ഹി വാസ് ക്വൈറ്റ് ക്യാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവന്റെ കാര്യങ്ങൾ നോക്കാൻ അവന് കഴിയുമായിരുന്നു. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ്. അവന്റെ അമ്മ മരിച്ചപ്പോൾ മുതൽ മുത്തശ്ശിയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. അവന്റെ അമ്മ അവൻ 1 വയസ്സ് മാത്രമുള്ള സമയത്ത് മരിച്ചു പോയിരുന്നു. ആ സമയം തൊട്ട് മുത്തശ്ശിയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. സിൻസ് ഷി വാസ് ഹിസ് നാനി, മാറ്റേണൽ ഗ്രാൻഡ് മദർ. മാറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ, മണിയുടെ അമ്മമ്മയാണ് ഇവര്. And had cared for boy and father and the cows and hens in the household with great energy and devotion. ഈ കുട്ടിയുടെ അമ്മ മരിച്ചതിന് ശേഷം ആ കുട്ടിയെയും അതുപോലെ തന്നെ അവന്റെ അച്ഛനെയും അവരുടെ ഉടമസ്ഥതയിലുള്ള പശുക്കളെയും കോഴികളെയും എല്ലാം നല്ല താല്പര്യത്തോടും ശ്രദ്ധയോടും എനർജിയോടും എല്ലാം ഈ മുത്തശ്ശി തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്, നോക്കിക്കൊണ്ടിരുന്നത്. വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ, നല്ല അർപ്പണഭാവത്തോടെ നല്ല താല്പര്യത്തോടെ മുത്തശ്ശിയാണ് ഇവരെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, ഷീ സെഡ്. കന്നഡ മാറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇത്, അങ്ങനെ പറഞ്ഞു മുത്തശ്ശി. നൗ ലിസൺ, സെറ്റ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പൊ കർശനമായി മണിയുടെ അച്ഛൻ പറയാണ്. സ്റ്റേൺലി കർശനമായി പറഞ്ഞു, പറയുന്നത് കേൾക്കൂ. നൗ ലിസൺ, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. നിങ്ങളെ തനിച്ചല്ല ഞങ്ങൾ അയക്കുന്നത്. ഐ വിൽ ടേക്ക് യു ടു മിസോറി. ഞാൻ നിങ്ങളെ മിസോറിയിലേക്ക് കൊണ്ടുപോവാം. മണിയുടെ അച്ഛൻ പറയാണ്, മുത്തശ്ശിയെ ഞങ്ങൾ തനിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കൂടെ വരാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. എന്നിട്ട് അവനെ ഇവിടെ തനിച്ചു വിടാനോ, മണിയെ ഇവിടെ തനിച്ചു വിടാനോ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? നിനക്ക് എങ്ങനെയാ അത് ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നത്? മണിയുടെ അച്ഛൻ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മണി ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അവനെ അങ്ങനെ തനിച്ചു ഇവിടെ വിടാനാണോ? നിനക്ക് എങ്ങനെ അത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞു? മുത്തശ്ശി മണിയുടെ അച്ഛനോട് ചോദിച്ചു. Then I will take you to Missouri, said മണി ഈഗർലി. അപ്പൊ മണി താല്പര്യത്തോടെ, ഈഗർലി എന്ന് പറയുമ്പോൾ താല്പര്യത്തോടെ, തിടുക്കത്തിൽ, അതെല്ലാമാണ് ആ വേർഡിന് അർത്ഥം. മണി തിടുക്കത്തിൽ പറയാണ്, എന്നാൽ ഞാൻ കൊണ്ടുപോവാം മുത്തശ്ശിയെ മിസോറിയിലേക്ക്. ഐ ഹാവ് ബീൻ ടു മിസോറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സ്കൂളിലുള്ള കുട്ടികളുടെ കൂടെ, സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇതിനു മുമ്പ് മിസോറിയിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു മിസോറി. ഞാൻ അവിടെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഐ നോ വെർ വി ക്യാൻ സ്റ്റേ. നമുക്ക് എവിടെ താമസിക്കാമെന്നും എനിക്കറിയാം. പക്ഷേ ഹി പോസ്റ്റ് എ മൊമെന്റ്. അവൻ ഒരു നിമിഷം നിർത്തി. പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിർത്തി. ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ട് സംശയത്തോടെ ആദ്യം അച്ഛനെയും പിന്നീട് ഗ്രാൻഡ് മദറിനെയും നോക്കി. യു വുഡന്റ് ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ. അതെവിടെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അത്രയും ദൂരം മുത്തശ്ശിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. വുഡ് യു ഗ്രാനി? അവൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. ഇത്രയും ദൂരം, നെയിൻ എന്ന് പറയുന്ന സ്ഥലത്തിലേക്കുള്ള അത്രയും ദൂരം നടക്കാൻ സാധിക്കില്ലല്ലോ, സാധിക്കുമോ? അവൻ മുത്തശ്ശിയോട് ചോദിച്ചു. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. തീർച്ചയായും എനിക്ക് കഴിയും, സെഡ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. എന്റെ കാഴ്ചശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയായിരിക്കാം. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. പക്ഷെ എന്റെ കാലിന് ഒരു കുഴപ്പവുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷെ മുത്തശ്ശിക്ക് 70 വയസ്സായിരിക്കുന്നു. മണി പറയുന്നതാണ്. What has that got to do with it? അതിനെന്താ കുഴപ്പം? And besides, അത് മാത്രമല്ല, it is downhill to Nain. Nain ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് താഴെയുള്ള ഒരു പ്രദേശമാണ്. അതായത് ഇവർക്ക് അങ്ങോട്ട് ഇറങ്ങിയാണ് പോകേണ്ടത്. And uphill coming back. തിരിച്ചു വരുന്ന സമയത്ത് കയറ്റമാണ്. Uphill is easier, said Granny. അപ്പൊ ഗ്രാനി പറയാണ്, എനിക്ക് കയറുന്നത് കൂടുതൽ എളുപ്പമാണ്, ഇറക്കമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അത് ഇവർക്ക് ഇറങ്ങി വേണം പോവാൻ, പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് കയറിയാണ് വരേണ്ടത്. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത്. Now that she knew Mani might be accompanying her, she was more than ready to make the journey. ഇപ്പൊ മുത്തശ്ശിക്ക് അറിയാമായിരുന്നു മണി ഒരു പക്ഷേ മുത്തശ്ശിയുടെ കൂടെ വരുന്നുണ്ടായിരിക്കുമെന്ന്. മണി might be accompanying her. അക്കമ്പനി എന്ന് പറയുമ്പോൾ കൂടെ ചെല്ലുക, കൂടെ പോവുക. അങ്ങനെ മണി ഒരു പക്ഷേ കൂടെ വരുന്നുണ്ടായിരിക്കാം എന്ന് മുത്തശ്ശിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഷി വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേണി. യാത്ര പോവാൻ അവർ വളരെ തയ്യാറായിരുന്നു. ഷി വാസ് മോർ ദാൻ റെഡി, അല്ലെങ്കിൽ മോർ ദാൻ വില്ലിംഗ്. അവർക്ക് നല്ല താല്പര്യമായിരുന്നു. വൈൽ വി ആർ ഇൻ മിസോറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. മിസോറിയിൽ പോകുമ്പോൾ അതൊരു ടൗൺ ആണ്. അവിടെ ചെന്ന് അവിടെ നിന്ന് നമ്മൾ കുറച്ച് വിത്തുകളും, ബൾബ് എന്ന് പറയുന്നത് ഉള്ളി പോലുള്ള വിളകളാണ്, വിത്തുകളും ഉള്ളിയും അതെല്ലാം നമുക്ക് മേടിക്കാം. എൻ്റെ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. വെളുത്ത ആ പശുവിന് ഒരു ബെല്ല് വാങ്ങിക്കാം. എൻ്റെ പുൾ ഓവർ ഫോർ യുവർ ഫാദർ. നിന്റെ അച്ഛന് ഒരു പുൾ ഓവർ എന്ന് പറയുമ്പോൾ കഴുത്തിലൂടെ ധരിക്കുന്ന തണുപ്പിനുള്ള ഡ്രസ്സ്, കമ്പിളി കുപ്പായം, അതും വാങ്ങിക്കാം എന്ന് പറഞ്ഞു. ആൻഡ് ഷൂസ് ഫോർ യു. നിനക്ക് ഒരു പെയർ ഷൂസും വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങൾ മിസോറിയിൽ പോകുമ്പോൾ ചെയ്യാമെന്ന് മുത്തശ്ശി പറഞ്ഞു.
നൗ ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്, സെറ്റ് മണീസ് ഫാദർ. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ മണിയുടെ അച്ഛൻ പറയാണ്, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ്, ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അങ്ങോട്ട് പോകുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ അതോ ഷോപ്പിങ്ങിനാണോ? ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് കേട്ട് നിന്ന് മണിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ്? കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണോ അങ്ങോട്ട് പോകുന്നത്? ഓർ ആർ യു ഗോയിങ് ദർ ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അതോ ഇതൊരു ഷോപ്പിംഗ് ട്രിപ്പാണോ? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 റുപ്പീസ് ടു സ്പെയർ. എൻ്റെ കയ്യിൽ ആകെ 100 രൂപയെ തരാനുള്ളൂ. ടു സ്പെയർ എന്ന് പറയുമ്പോൾ ചിലവാക്കാനായിട്ട് ഇനി അയാളുടെ കയ്യിലുള്ളത് ആകെ 100 രൂപയേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. വി വിൽ മാനേജ്, സെറ്റ് മണി. ഇത് കേൾക്കുമ്പോൾ മണി പറയാണ്, അത് മതി, ഞങ്ങൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടുള്ള ഷെൽട്ടറിൽ, ആളുകൾക്ക് താമസിക്കാനും മറ്റുമൊക്കെയുള്ള ഷെൽട്ടറിൽ അവിടെ എവിടെയെങ്കിലും രാത്രി സ്പെൻഡ് ചെയ്തോളാം. നോ വി വോണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നതാണ്, അല്ല, നമ്മൾ അവിടെയല്ല താമസിക്കുന്നത്. ഐ ഹാവ് ഗോട്ട് 50 റുപ്പീസ് ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിലും ഉണ്ട് എൻ്റെതായ 50 രൂപ. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമ്മൾ ഒരു ഹോട്ടലിൽ തന്നെ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം അതിരാവിലെ. ഇൻ എ ലൈറ്റ് ഡ്രിസിൽ, ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. ഡ്രിസിൽ എന്ന് പറയുമ്പോൾ ചാറ്റൽ മഴ. ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയ്ൻ. ഇവർ രണ്ടുപേരും, ഗ്രാനിയും മണിയും കൂടി നെയ്ൻ എന്ന സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. ദേ സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയ്ൻ. നെയ്ൻ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കുള്ള യാത്ര ഇവർ തുടങ്ങി. നടന്നാണ് പോകുന്നത്. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിംഗ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. മണിയുടെ ചുവലില് ഒരു ചെറിയ ബെഡിംഗ് റോള്, മടക്കി വെക്കുന്ന ഒരു തരം ബെഡ്, പായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അത് മണിയുടെ ചുവലിലുണ്ടായിരുന്നു. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ്. ഗ്രാനിയുടെ കയ്യിൽ തുണി കൊണ്ടുള്ള ഒരു ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു, വലിയൊരു ബാഗ്. എൻ്റെ അംബ്രല്ല, ഒരു കുടയും ഉണ്ടായിരുന്നു. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്. നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോഴെല്ലാം, എപ്പോഴെല്ലാം ക്ഷീണം തോന്നുന്നുവോ അപ്പോഴെല്ലാം വി വിൽ ടേക്ക് റെസ്റ്റ്, നമ്മൾ വിശ്രമിക്കും. സെറ്റ് മണി. മണി മുത്തശ്ശിയോട് പറയുന്നതാണ്. മുത്തശ്ശിക്ക് എപ്പോൾ ക്ഷീണം തോന്നിയാലും നമ്മൾ അപ്പോഴെല്ലാം വിശ്രമിക്കും. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, സെറ്റ് ഗ്രാനി. ഇത് കേൾക്കുമ്പോൾ ഗ്രാനി അതാണ് പറയുന്നത്, നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ ക്ഷീണിക്കുന്നതിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് വിശക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കും. അതുവരെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കും. ദേ വോക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ്. ഒരേ വേഗതയിൽ. സ്റ്റഡി പേസ് എന്ന് പറയുമ്പോൾ ഒരേ വേഗതയിൽ, വേഗം കൂട്ടാതെയും കുറയ്ക്കാതെയും ഒരേ വേഗതയിൽ അവർ നടന്നു. വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്, അധികം സംസാരിക്കാതെ. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. അവരുടെ തലയ്ക്ക് മുകളിലൂടെ തത്തകളുടെ ഒരു കൂട്ടം അതൊന്ന് വട്ടം കറങ്ങി. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. തത്തയുടെ നിറം അറിയാലോ, കൊക്ക് ചുവന്നതാണ്, ഫെദർ എല്ലാം പച്ചയാണ്. അപ്പൊ ഈ തത്ത ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന സമയത്ത് ആകാശത്ത്, സോംബർ സ്കൈ എന്ന് പറയുമ്പോൾ അല്പം കാറ് നിറഞ്ഞ ഇരുണ്ട ആകാശം, ആ ആകാശത്തിന്റെ ആ ബാക്ക്ഡ്രോപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് പച്ചയും ചുവന്ന നിറത്തിലുള്ള ഫ്ലാഷസ് ഉണ്ടായി ഈ തത്തകൾ പറന്നു പോകുമ്പോൾ. ദർ വർ നോ അതർ സൗണ്ട്സ് എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. ആ മഴ പെയ്യുന്നതിന്റെ ആ പിറ്റർ പാറ്റർ ശബ്ദം, അതല്ലാതെ മറ്റു ശബ്ദങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. നടന്നു പോകുന്നതിനിടയിൽ ഒരു കുറ്റിച്ചെടിയിൽ കുറച്ച് ബ്ലാക്ക്ബെറീസ് കണ്ടപ്പോൾ മണി അത് പറിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നു. മണി സ്റ്റോപ്ഡ് ടു പിക്ക്. അത് പറിച്ചെടുക്കുന്നതിന് വേണ്ടി അവനൊന്ന് നിന്നു. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ്. ഗ്രാനിക്ക് ഇതുപോലത്തെ പഴങ്ങളിലൊന്നും താല്പര്യമില്ലായിരുന്നു. ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. സ്ലാക്കൻ എന്ന് പറയുമ്പോൾ വേഗം കുറയ്ക്കുക. മണി ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടി നിന്നു. പക്ഷെ ഗ്രാനിക്ക് ഈ പഴങ്ങളിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാനി വേഗത കുറയ്ക്കാതെ തന്നെ നടന്നു. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. മുത്തശ്ശി നിൽക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ മുത്തശ്ശിക്ക് ഒപ്പം എത്തുന്നതിന് വേണ്ടി മണിക്ക് ഓടേണ്ടി വന്നു. ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒപ്പം എത്തുന്നതിന് വേണ്ടി മണി ഹാഡ് ടു റൺ, മണിക്ക് ഓടേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അവൻ കുറച്ച് ബ്ലാക്ക് ബെറീസ് പറിച്ചിരുന്നല്ലോ, അത് കഴിച്ചത് കൊണ്ട് അവന്റെ ചുണ്ടുകൾ പെട്ടെന്ന് തന്നെ പർപ്പിൾ നിറമായി മാറി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അവർ യാത്ര പുറപ്പെടുമ്പോൾ ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. ആ മഴ ഇപ്പൊ നിന്നു. എന്നിട്ട് സൂര്യൻ പുറത്തു വന്നു, അതായത് വെയിൽ വന്നു. ബിലോ ദം, അവർക്ക് താഴെ. ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. അവർക്ക് താഴെ പാടങ്ങളുടെ ഇളം പച്ച നിറം, അത് കാടിന്റെ കടും പച്ച നിറവുമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ദ ഹിൽസ് വർ ബേത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. സ്വർണ്ണ നിറത്തിലുള്ള വെയിലില് കുന്നുകൾ കുളിച്ചു. മണി റാൻ എഹെഡ്. മണി മുന്നോട്ടോടി.
ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി? എല്ലാം മുത്തശ്ശിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവൻ വിളിച്ചു ചോദിക്കുകയാണ്. ഹി കോൾഡ്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് വഴി കാണാം, അതുപോലെ തന്നെ എനിക്ക് നിന്റെ വെളുത്ത ഷർട്ടും കാണാം. ദാറ്റ് ഈസ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോൾ അത് ധാരാളമാണ്. ദാറ്റ് ഈസ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോൾ അത് ധാരാളമാണ്, ആവശ്യത്തിനുണ്ട് അത്. അത്രയും മതി ഇപ്പോൾ. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദെയർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. ഇവർ കൂടെ കൊണ്ടുവന്നിരുന്ന ലഘുഭക്ഷണം അത് അവർ റോഡ് സൈഡിലിരുന്ന് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ. ഒരു പൈൻ മരത്തിന്റെ താഴെ. വിസ്പറിംഗ് പൈൻ എന്ന് പറയുമ്പോൾ ആ മരം കാറ്റിലിളകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം. അങ്ങനെ ഒരു മരത്തിന് താഴെ ഇരുന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡിറക്ട്ലി എബോവ് നെയിൻ. വൈകുന്നേരം ആയപ്പോഴേക്കും അവര് നെയിനിന് തൊട്ടു മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് കുന്നിറങ്ങിയാണ് വരുന്നത് അല്ലെ. നെയിൻ താഴെയുള്ള സ്ഥലമാണ്. അപ്പൊ ആ നെയിൻ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അടുത്ത് വരെ അവർ എത്തിയിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും. വി ആർ ഓൾമോസ്റ്റ് ദർ. നമ്മൾ ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞു. സെറ്റ് മണി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളിന്റെ വീടിനടുത്തുള്ള അമ്പലം അതെനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഐ കാൺ സീ എ തിങ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. സെറ്റ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. അത് മഞ്ഞ് കാരണമാണ്. മിസ്റ്റ് എന്ന് പറയുമ്പോൾ മൂടൽ മഞ്ഞ്. അത് മൂടൽ മഞ്ഞ് കാരണമാണ് ഒന്നും കാണാൻ സാധിക്കാത്തത്. There is a thick mist coming up the valley. ആ താഴ്വരയുടെ മുകളിലേക്ക് നല്ലതുപോലെ ഒരു കോടമഞ്ഞ്, മൂടൽ മഞ്ഞ് വരുന്നുണ്ട്. It began raining heavily as they entered the small market town on the banks of the river. അവിടെയുള്ള നദിയുടെ കരയിലുള്ള ഒരു ചെറിയ മാർക്കറ്റ് ടൗൺ, അതിലേക്ക് ഒരു പ്രവേശിച്ചപ്പോഴേക്കും നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനി ഒരു കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നല്ലതുപോലെ ചോരുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലീക്കിംഗ് ബാഡ്ലി. നല്ലതുപോലെ ചോരുന്നുണ്ടായിരുന്നു. But they were soon drying themselves in uncle's house and drinking glasses of hot sweet milky tea. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ നടന്ന് അങ്കിളിന്റെ വീട്ടിലെത്തി. അവിടെ എത്തി അവരവരുടെ ദേഹമെല്ലാം തുടച്ചു. എന്നിട്ട് അവർ നല്ല ചൂടുള്ള പഞ്ചസാരയിട്ട പാലൊഴിച്ച് ചായ കുടിക്കാൻ തുടങ്ങി. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്. ആ രാത്രി അവർ അങ്കിളിന്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ മണി നേരത്തെ എഴുന്നേറ്റു. ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബേത്ത് ഇൻ ദ റിവർ. എന്നിട്ട് പുഴയിൽ കുളിക്കാൻ വേണ്ടി ആ ഇടുങ്ങിയ റോഡിലൂടെ അവൻ താഴേക്ക് ഓടി. ആസ് മണി ഡ്രസ്ഡ്. കുളി കഴിഞ്ഞ് വന്ന് അവൻ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് തയ്യാറായി കൊണ്ടിരിക്കുന്നതിനിടെ ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. അവൻ ഒരു ബസ്സിന്റെ ഹോൺ കേട്ടു. ദർ വാസ് ഓൺലി വൺ ബസ് ടു മിസോറി. മിസോറിയിലേക്ക് ഒറ്റ ബസ് മാത്രമേ ഉണ്ടായിരുന്നു. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ്. അവൻ ധൃതിയില് ആ സ്ലോപ്പ്, കുന്നിൻ ചെരുവ് ഓടിയിറങ്ങി. വണ്ടറിംഗ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. ആകെ ഒരു ബസ്സേ മിസോറിയിലേക്കുള്ളൂ. ഇവൻ കുളിക്കാൻ പോയി അല്പം നേരവും വൈകി. ഇനിയിപ്പോൾ ആ ബസ് മിസ്സാവുമോ എന്ന പേടിയിൽ അവൻ പെട്ടെന്ന് തന്നെ കുന്ന് ഇറങ്ങി ഓടി താഴേക്ക് വരികയാണ്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷെ ബസ് സ്റ്റോപ്പിൽ ഗ്രാനി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. അവരെ നേരത്തെ തന്നെ അവരുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. പഴയൊരു ബസ്സായിരുന്നു, അതുപോലെ തന്നെ നല്ലതുപോലെ കുലുക്കവും ഉണ്ടായിരുന്നു. നന്നായി ചാടുന്ന ഒരു ബസ്സായിരുന്നു. റിക്കറ്റി എന്ന് പറയുമ്പോൾ പഴയ വാഹനങ്ങൾ ഓടുമ്പോഴുണ്ടാകുന്ന ആ കുലുക്കം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അതുപോലെ തന്നെ ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വല്ലാത്ത ശബ്ദവും ഉണ്ടായിരുന്നു. വാഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ റാറ്റിൽഡ് എന്ന ഈ വെർബിന് ആ വാഹനം ഉണ്ടാക്കുന്ന വല്ലാത്ത ശബ്ദം. അതുകൊണ്ട് തന്നെ ഈ ബസ് അത്രയധികം ശബ്ദം ഉണ്ടാക്കുന്നതിനാൽ ആ ബസ്സിലെ യാത്രക്കാർക്ക് അവർ പറയുന്നത് പോലും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേ കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അവർ പറയുന്നത് കേൾക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. ഡ്രൈവർ ഒരു സ്പീഡിൽ ഓടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വെനെവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ്. എപ്പോഴെല്ലാം ഒരു വളവ് കടന്ന് ഈ ബസ് പോകുമ്പോൾ എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ ഔട്ട്. എല്ലാവരും അവരവരുടെ സീറ്റിൽ നിന്ന് തെറിക്കുമായിരുന്നു. ഈ ബസ് ഓരോ വളവ് കടന്നു പോകുമ്പോഴും ആളുകൾ അവരവരുടെ സീറ്റിൽ നിന്ന് തെറിക്കുമായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ. ഈ ബഹളവും കൺഫ്യൂഷനും എല്ലാം ഉണ്ടെങ്കിലും ഗ്രാനി ഫെൽ അസ്ലീപ്പ്. മുത്തശ്ശി നല്ലതുപോലെ ഉറങ്ങി. ഹെർ ഹെഡ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ തല വെച്ച് മുത്തശ്ശി നല്ലതുപോലെ ഉറങ്ങി. ആ ബസ്സിൽ ഇരുന്ന് ഉറങ്ങി. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിംഗ് ഹാൾട്ട്. ഗ്രൈൻഡിംഗ് ഹാൾട്ട് എന്നത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. പെട്ടെന്ന് ബസ് നിന്നു. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിംഗ് ഹാൾട്ട്. പീപ്പിൾ were thrown forward in their seats. ബസ് പെട്ടെന്ന് സഡനായി നിന്ന സമയത്ത് ആളുകൾ അവരുടെ സീറ്റിൽ നിന്ന് മുന്നോട്ട് വീഴാൻ പോയി. വാട്ട്സ് ഹാപ്പനിങ്? എന്താണ് സംഭവിക്കുന്നത്? ഗ്രാനി ആസ്ക്ഡ്. ഹാവ് വി അറൈവ്ഡ്? നമ്മൾ എത്തിയോ? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, സെഡ് മണി. ഇല്ല, എന്തോ ഒന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്പ്ലെയിൻഡ് സമ്മൺ. അപ്പോൾ ആരോ പറഞ്ഞു മണ്ണിടിച്ചിലാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്. ഒരു കുന്നിൻ പ്രദേശത്തു കൂടിയാണ് ഇവർ പോകുന്നത്.
And all the passengers put their heads out of the windows to take a look. മണ്ണിടിച്ചിലാണ് അല്ലെങ്കിൽ കുന്നിന്റെ മുകളിൽ നിന്ന് പാറയും മറ്റും എല്ലാം വീഴുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ യാത്രക്കാരും ജനലിലൂടെ ബസിന്റെ ജനലിലൂടെ അവരുടെ തല പുറത്തേക്കിട്ട് നോക്കി എന്താണ് സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടി. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. നല്ലതുപോലെ മണ്ണിടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. എർത്ത്, മണ്ണ്, ട്രീസ്, മരങ്ങള്, ബുഷസ്, കുറ്റിച്ചെടികള് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ. എല്ലാം അവിടെ നിന്ന് അടർന്ന് താഴത്തേക്ക് വീഴാണ്. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. റോഡ് പൂർണ്ണമായും തന്നെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. നോർ വാസ് ഇറ്റ് ഓവർ ഇറ്റ്. അത് നിന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇതെല്ലാം വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെബ്രി വാസ് സ്റ്റിൽ ഫാളിംഗ്. ഡെബ്രി എന്ന് പറയുമ്പോൾ അവശിഷ്ടങ്ങൾ, നാശാവശിഷ്ടങ്ങൾ. ഇപ്പൊ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന അവശിഷ്ടങ്ങളുണ്ടല്ലോ, എല്ലാം നശിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കെട്ടിടങ്ങളുടെയും മറ്റുമെല്ലാം അവശിഷ്ടം. അതിനാണ് നമ്മൾ ഡെബ്രി എന്ന് പറയുന്നത്. ഡെബ്രി വാസ് സ്റ്റിൽ ഫോളിംഗ്. അപ്പോഴും അത് വീണുകൊണ്ടിരുന്നു. മണി സോ റോക്സ് ഹർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. ഹർട്ട്ലിംഗ് ഡൗൺ എന്ന് പറയുമ്പോൾ ആ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് പാറകള് ഉരുണ്ടു വീഴുന്നത് മണി കണ്ടു. ആൻഡ് ഇൻ ടു ദ റിവർ. കുന്നിൻ മുകളിൽ നിന്ന് അവ നദിയിലേക്ക് ഉരുണ്ടു വീണു. പാറക്കല്ലുകൾ. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻ സീ എ തിങ്. ഗ്രാനിക്ക് ഒന്നും കാണാൻ കഴിയില്ല, എന്നാലും അവർ പറഞ്ഞു ഇതൊരു ബസ് സ്റ്റോപ്പിന് പറ്റിയ ഒരു സ്ഥലമല്ല. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. ഗ്രാനി അങ്ങനെ ഒരു നിരീക്ഷണം, അങ്ങനെ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞു. ഈവൻ ആസ് ഷീ സ്പോക്ക്. ഗ്രാനി അത് പറയുമ്പോഴേക്കും എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ഗ്രാനി അത് പറയുമ്പോഴേക്കും കല്ലിന്റെയും അതുപോലെ തന്നെ പാറ കഷ്ണങ്ങളുടെയും ഒരു ഷവർ, ഒരു മഴ, അത് തന്നെ ബസിന്റെ മുകളിൽ വന്ന് ബസിന്റെ റൂഫിൽ വന്ന് പതിച്ചു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പേടിച്ചുപോയി യാത്രക്കാര്. അവര് ഉച്ചത്തിൽ കരഞ്ഞു. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിംഗ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. കൂടുതൽ പാറക്കല്ലുകൾ വീഴാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ വണ്ടി പുറകിലേക്ക് എടുക്കാൻ തുടങ്ങി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിംഗ്. പുറകിലേക്ക് പോവാൻ തുടങ്ങി. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, എനിക്ക് ഒരിക്കലും ഇതുപോലത്തെ വാഹനങ്ങൾ പോകുന്ന ഈ വഴിയിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അതാണ് ഗ്രാനി പറയുന്നത്. ഈ കഥ നടക്കുന്നത് ഒരു കുന്നിൻ പ്രദേശത്താണ്. അവിടെ ഇതുപോലത്തെ ഇൻസിഡൻസസ് എല്ലാം സാധാരണയായിരിക്കണം. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ എവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ആ മണ്ണും മരങ്ങളും എല്ലാം ഇടിഞ്ഞു വീഴുന്ന ആ പ്രദേശത്ത് നിന്ന് അത്യാവശ്യം നല്ല ദൂരത്തില് ഡ്രൈവർ ബസ് കൊണ്ടുപോയി നിർത്തി. Then everyone tumbled out of the bus. Tumbled out of the bus എന്ന് പറയുമ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു എന്നാണ്. അവർ ഇറങ്ങി, അവരർത്ഥത്തിലെടുക്കുക. They could tell it would take days to clear the road. ആ റോഡ് ഇനി ഒന്ന് വൃത്തിയായിട്ട് വരാൻ, ഒന്ന് വീണ്ടും അതിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് ആർക്കും അത് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയ്ൻ വിത്ത് ദ ബസ്. ബസ് തിരിച്ച് നെയ്നിലേക്ക് തന്നെ പോവാണ്. നെയ്നിൽ നിന്ന് മിസോറിയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട ബസ്സാണ്. ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബസ് തിരിച്ചു പോവാണ്. ഈ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം യാത്രക്കാരും ആ ബസ്സിൽ തന്നെ തിരിച്ചു പോവാൻ ഒരുങ്ങി. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വോക്ക് ടു മിസോറി. പക്ഷെ കുറച്ചുപേര്, നല്ല ധൈര്യം ഉണ്ടായിരുന്ന കുറച്ചുപേര്, ബോൾഡ് സ്പിരിറ്റ്സ്, അവര് മിസോറിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പൊ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗത്തല്ലാതെ ഈ പർവ്വതത്തിലൂടെ, മലയിലൂടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അതിലൂടെ അവർ മിസോറിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. മണി മുത്തശ്ശിയെ നോക്കി. ഷോൾ വി ഗോ ബാക്ക്? നമ്മൾ തിരിച്ചു പോവുകയാണോ വേണ്ടത്? ഇറ്റ്സ് ഓൺലി 10 മൈൽസ്. 10 മൈലല്ലേ ഉള്ളൂ സെഡ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു, വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ അത്രയും ദൂരം നടന്നതാണല്ലോ. അവർ നെയ്നിലേക്കും കുറെ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് മുത്തശ്ശി പറയുന്നത്. ഒരു 10 മൈലല്ലേ ഇനി മിസോറിയിലേക്കുള്ളൂ, എന്തിനു തിരിച്ചു പോകണം? സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത്. അങ്ങനെ അവരൊരു ഇടുങ്ങിയ ഒരു വഴിയിലൂടെ അവര് കുന്നു കയറാൻ തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വർ ഓൺ ദെയർ ഓൺ. അവര് ആ മൗണ്ടെയിന്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രാനിയും മണിയും അവര് തനിച്ചായിരുന്നു. Their village was hidden by the range to the north. റേഞ്ച് എന്ന് പറയുന്നത് മൗണ്ടെയിൻ റേഞ്ച് ആണ്, ഒരു പർവ്വതനിര. വടക്ക് വശത്തേക്കുള്ള ഒരു പർവ്വതനിര അവരുടെ ഗ്രാമത്തിനെ അത് മറച്ചു. ആ പർവ്വതനിരയുടെ മറവ് കാരണം അവർക്ക് അവരുടെ ഗ്രാമം കാണാൻ കഴിയില്ലായിരുന്നു. ഫാർ ബിലോ റഷ് ദ റിവർ. വളരെ താഴത്തുകൂടെ നദി ഒഴുകി, വേഗതയിൽ ഒഴുകി. റഷ് ദ റിവർ, വേഗത്തിലുള്ള സഞ്ചാരത്തിനാണ് നമ്മൾ റഷ് എന്ന് പറയുന്നത്. ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. ഇവരുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു പരുന്ത് അത് വട്ടമിട്ട് പറന്നു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. മുത്തശ്ശി അമ്മാവന്റെ വീട്ടിൽ നിന്ന്, അങ്കിളിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? മണി ചോദിച്ചു. നാച്ചുറലി, തീർച്ചയായും, സ്വാഭാവികമായി സെഡ് ഗ്രാനി.
ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. നിനക്ക് പെട്ടെന്ന് തന്നെ വിശക്കാൻ തുടങ്ങുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളുടെ ഗാർഡനിൽ വളർന്ന പീച്ചസ് ഉണ്ട്, ഒരു തരം ഫ്രൂട്ട്സ് അതുണ്ട്. അതുപോലെ തന്നെ പക്കവടയും ബൺസും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് സെഡ് മണി. നന്നായി. ഫോർഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴേ അവന്റെ ക്ഷീണം മാറി. അവന്റെ ക്ഷീണം മറന്നു. വി വിൽ വീറ്റ് ആസ് വി ഗോ എലോങ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനിക്ക് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ നിർത്തും. ഓ ഐ ക്യാൻ വോക്ക് ഫോർ എവർ സെഡ് ഗ്രാനി ലോഫിംഗ്. അപ്പൊ ഗ്രാനി ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് തുടർച്ചയായി നടക്കാൻ സാധിക്കും, നിർത്താതെ നടക്കാൻ സാധിക്കും. ഐ ക്യാൻ വോക്ക് ഫോർ എവർ ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. പക്ഷെ മഴ പെയ്യാണെങ്കിൽ സാധിക്കില്ല. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ഈ കുട നല്ലതുപോലെ ചോരുന്നു. ഡൗൺ എഗെയിൻ ദേ വെന്റ്. കുന്നിൻ പ്രദേശത്തുകൂടെയുള്ള യാത്രയാണ്. അവരാദ്യം കുറച്ച് കയറി, പിന്നെ താഴത്തേക്ക് ഇറങ്ങി. ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൈൻ. പിന്നെ അവർ അടുത്ത കുന്ന് കയറി. ആൻഡ് ഓവർ ബെയർ ഹിൽ സൈഡ്സ്. കുന്നിൻ പ്രദേശങ്ങളിലെ ഭൂപ്രകൃതി പലതരത്തിലുള്ളതായിരിക്കും. ഇവർ കുന്ന് കയറി, കുന്നിറങ്ങി. അതുപോലെ തന്നെ നല്ല കാറ്റുള്ള ചില കുന്നിൻ പ്രദേശങ്ങളുണ്ട്. അവിടെ മരങ്ങളൊന്നുമില്ല, ബെയറാണ്. അതുപോലത്തെ പ്രദേശങ്ങളിലൂടെയും അവർ കടന്നുപോയി. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ദിയോദാർ ഫോറസ്റ്റ്. പിന്നെ ഒരു നല്ല ഇരുണ്ട ദേവദാരു മരങ്ങളോടൊരു കാട്ടിലൂടെയും അവർ പോയി. ഗ്ലൂമി എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന എന്നൊരർത്ഥമാണ്. ആ കാട്ടിൽ വെളിച്ചം കുറവാണ്, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, ഒരു വിഷാദഭാവം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴേക്കും ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മിസോറി ട്വിങ്ക്ലിംഗ് എഹെഡ് ഓഫ് ദം. ഇരുട്ടാവാൻ തുടങ്ങാറായപ്പോഴേക്കും മിസോറിയിലുള്ള ലൈറ്റ് അവരുടെ മുന്നിൽ മിന്നിത്തിളങ്ങുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. അവർ മിസോറിയിൽ എത്താറായി. ആസ് ദേ കെയിം നിയറർ. അവര് അടുത്തടുത്ത് വന്നപ്പോൾ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. വിളക്കുകളുടെ പ്രകാശം കൂടി വന്നു. അണ്ടിൽ പ്രസന്റ്ലി ദർ വെർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. ഇപ്പൊ അവര് നല്ല വെളിച്ചമുള്ള ധാരാളം വിളക്കുകളുള്ള ഒരു ബസാറിൽ എത്തിയിരുന്നു. ജോസിൽഡ് ഇൻ ദ ക്രൗഡ്. നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പൊ ആ തിരക്കിലൂടെ നമ്മൾ തിക്കി മുന്നോട്ട് പോകുന്നതിന് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജോസിൽഡ്. ജോസിൽഡ് ഇൻ ദ ക്രൗഡ്. ആ തിരക്കിലൂടെ ഞെങ്ങി ഞെരുങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൂസ് ഹിം. ഗ്രാനി ഒരു കയ്യ് മണിയുടെ ചുവലില് നല്ല ഫേമായി തന്നെ വെച്ചു, അവനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടി. ആ തിരക്കില് അവര് വേർപെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടി ഗ്രാനി അവനെ ഇറുകെ പിടിച്ചു. ദേ ആസ്ക്ഡ് അറൌണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. ഏറ്റവും ചിലവ് കുറഞ്ഞ ഹോട്ടൽ ഏതാണെന്ന് അവർ പലരോടും അന്വേഷിച്ചു. ദേ ആസ്ക്ഡ് അറൌണ്ട്. പലരോടും ചോദിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷെ അവിടെ ചീപ്പായ ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധരംശാല അജോയിനിങ് ദ ടെമ്പിൾ. അജോയിനിങ് ദ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ടെമ്പിളിനോട് ചേർന്ന്. ധരംശാല ഒരു സത്രം പോലെ, ഒരു ധർമ്മശാലയില് അവര് രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഹോട്ടലുകളൊന്നും ചീപ്പായിരുന്നില്ല, അതുകൊണ്ട് അവരൊരു സത്രത്തില്, ഒരു ധർമ്മശാലയിൽ ആ രാത്രി ചിലവഴിച്ചു. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻ എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമയുള്ള രോഗികളുടെ ഒരു ലോങ് ക്യൂവില് ഇവരും ചേർന്നു. ആ ഐ സ്പെഷ്യലിസ്റ്റ്, കണ്ണ് ഡോക്ടർ, സൂട്ടും ടൈയും എല്ലാം ധരിച്ച നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വളരെ ചുറുചുറുക്കോടെ, വേഗത്തിൽ, അതുപോലെ തന്നെ കരുണയോടുകൂടി എല്ലാ പേഷ്യൻസിനെയും പരിശോധിച്ചു. ഹി ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. ബ്രിസ്ക് എന്ന് പറയുമ്പോൾ ചുറുചുറുക്കോടെ, വേഗത്തിൽ, അതെല്ലാമാണ് അതിനർത്ഥം. കൈൻഡ് മാനർ, കരുണയോടെ എല്ലാവരെയും പരിശോധിച്ചു. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ്, ഒരു മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഗ്രാനീസ് ടേൺ കെയിം. ഗ്രാനിയുടെ ഊഴം വന്നു. മുത്തശ്ശിക്ക് ഡോക്ടറെ കാണാനുള്ള അവസരം വന്നു. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഡോക്ടർ ഗ്രാനിയുടെ ഗ്ലാസ്സിൽ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ ഗ്ലാസ് കണ്ടത് തന്നെ അദ്ദേഹം പേടിച്ചുപോയി. ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ആ കണ്ണട അദ്ദേഹം എറിഞ്ഞു. അത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ദെൻ ഹി ഫിഷ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെറ്റ്. ഗ്രാനിയുടെ കണ്ണട കണ്ട ഉടനെ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടെങ്കിലും അദ്ദേഹം പിന്നീട് അത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് തപ്പിയെടുത്തു. ഫിഷ് ദം ഔട്ട്, അവിടെ നിന്ന് വീണ്ടും തപ്പിയെടുത്തു. ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡെസ്കിൽ വെച്ചിട്ട് പറഞ്ഞു, ഓൺ സെക്കൻഡ് തോട്ട്, ഒന്നുകൂടി ആലോചിച്ചപ്പോൾ, ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഞാൻ ഈ കണ്ണട മ്യൂസിയത്തിലേക്ക് അയക്കും. അതായത് മ്യൂസിയം പീസാണ് മുത്തശ്ശിയുടെ കണ്ണട. അദ്ദേഹം കളിയായി പറയുന്നതാണ്, മ്യൂസിയത്തിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പീസാണ് മുത്തശ്ശിയുടെ കണ്ണട. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കണ്ണട മാറ്റേണ്ടതായിരുന്നു. ദേ ഹാവ് പ്രോബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്.
ആ കണ്ണടയുടെ പവർ എല്ലാം പോയിരിക്കുന്നു. ഇപ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾ അത് ധരിക്കുക വഴി കൂടുതൽ ദോഷമാണ് ഈ കണ്ണട ചെയ്തിട്ടുള്ളത്. ഗുണത്തേക്കാൾ അധികം ദോഷമാണ് ചെയ്തിട്ടുള്ളത്. They have probably done more harm than good. ഗുണത്തേക്കാൾ അധികം ദോഷമായിരിക്കും ഒരു പക്ഷെ ഈ കണ്ണട ചെയ്തിട്ടുള്ളത്. He examined Granny's eyes and said, ഗ്രാനിയുടെ കണ്ണ് അദ്ദേഹം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, Your eyes are very weak. നിങ്ങളുടെ കണ്ണുകൾ വളരെ വീക്കാണ്. But you are not going blind. പക്ഷെ അന്ധയാവുന്നില്ല. We will fit you up with a stronger pair of glasses. കൂടുതൽ നല്ല പവർ ഉള്ള സ്ട്രോങ് ആയൊരു pair of glasses. കണ്ണട ഞങ്ങൾ നിങ്ങൾക്ക് തരാം. Then he placed her in front of a board covered with letters in English and Hindi. ലാർജ് ആൻഡ് സ്മോൾ. എന്നിട്ട് വലുതും ചെറുതുമായ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള അക്ഷരങ്ങൾ എഴുതിയ ഒരു ബോർഡിന് മുന്നിൽ മുത്തശ്ശിയെ ഇരുത്തി. And asked Granny if she could make them out. എന്നിട്ട് ഗ്രാനിയോട് ചോദിച്ചു, ആ അക്ഷരങ്ങൾ കാണുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? I can't even see the board, said Granny. ഗ്രാനി പറയുന്നത് എന്താ, എനിക്ക് ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല. ബോർഡ് പോലും കാണാൻ കഴിയാത്ത ഒരാൾ പിന്നെ എങ്ങനെ ബോർഡിൽ എഴുതിയ അക്ഷരങ്ങൾ കാണും? വെൽ, ക്യാൻ യു സീ മീ? ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്. ഓക്കെ, ബോർഡ് കാണുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? സം ഓഫ് യു, സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഡോക്ടറെ മുഴുവൻ കാണാൻ പറ്റുന്നില്ല, ഡോക്ടറുടെ ഏതെല്ലാമോ ഒക്കെ പാർട്സ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഗ്രാനി പറഞ്ഞു. സം ഓഫ് യു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ, സെഡ് ദ ഡോക്ടർ. ഡോക്ടർ പറയാണ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാൽ പോരാ, എന്നെ മുഴുവനായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. And he balanced a wire frame on Granny's nose and began trying out different lenses. അതിനുശേഷം ഗ്രാനിയുടെ മൂക്കിൽ ഒരു വയർ ഫ്രെയിം അത് ഫിറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ പലതരത്തിലുള്ള ലെൻസുകൾ വെച്ചു. ഏത് ലെൻസ് വെക്കുമ്പോഴാണ് ഗ്രാനിക്ക് നന്നായി കാണാൻ കഴിയുന്നത് എന്ന് ചെക്ക് ചെയ്തു. സഡൻലി, പെട്ടെന്ന്, ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. നേരത്തെ പോലെയല്ല, പെട്ടെന്ന് തന്നെ ഗ്രാനിക്ക് വളരെ നന്നായി കാണാൻ സാധിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ നന്നായി കാണാൻ സാധിച്ചു. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. ആ ബോർഡ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ബോർഡിൽ എഴുതിയ വലിയ അക്ഷരങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. Can you see me now? asked the doctor. ഡോക്ടർ ചോദിച്ചു, ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? Most of you, said Granny. ഗ്രാനി ഇപ്പൊ പറയുന്നത്, നിങ്ങളെ ഇപ്പോൾ ഏകദേശം മുഴുവനായി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുഴുവൻ കാണാൻ സാധിക്കുന്നില്ല, എന്നാലും ഏതാണ്ടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു ഗ്രാനി. And then added, by way of being helpful. എന്നിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഗ്രാനി പറയാണ്, there is quite a lot of you to see. തമാശയായിട്ട് എടുക്കുക, ഡോക്ടർ നല്ല വണ്ണമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് കാണാൻ ഒത്തിരി ഉണ്ട്, അതാണ് ഗ്രാനി പറയുന്നത്. There is quite a lot of you to see. Thank you, said the doctor. ഗ്രാനി കളിയായി പറഞ്ഞത് ഡോക്ടർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. നന്ദിയുണ്ട്, ഡോക്ടർ പറഞ്ഞു. And now turn around. ഇനി തിരിഞ്ഞു നോക്കൂ. And tell me if you can see your grandson. ഇനി തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ, കൊച്ചുമകനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നോട് പറയും. ഗ്രാനി turned. ഗ്രാനി തിരിഞ്ഞു നോക്കി. And saw Mani clearly for the first time in many years. കുറേ വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് മണിയെ ഗ്രാനി ക്ലിയർ ആയി കാണുന്നത്, വ്യക്തമായി കാണുന്നത്. മണി, ഷീ എക്സ്പ്ലെയിൻഡ്. ഗ്രാനി സന്തോഷത്തോടെ പറയാണ്. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. കൊച്ചുമകനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവരവരുടെ കൈ അടിച്ച്, സന്തോഷത്തോടെ കൈ അടിച്ച് പറയാണ്, മണി, ഹൗ നൈസ് യു ലുക്ക്. എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. എത്ര ഭംഗിയുള്ള, എത്ര നല്ലൊരു കുട്ടിയെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷെ നിന്റെ മുടി വെട്ടണം, നിനക്കൊരു ഹെയർ കട്ടിന്റെ ആവശ്യമുണ്ട്. എൻ്റെ വാഷ്, നീ ഒന്ന് നന്നായി കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. നിന്റെ ഷർട്ടിൽ ബട്ടൺസും വേണം. എൻ്റെ ന്യൂ പെയർ ഓഫ് ഷൂസ്. നിനക്കൊരു പുതിയ പെയർ ഷൂസും വേണം. കം അലോങ് ടു ദ ബസാർ. നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം, എൻ്റെ കൂടെ വാ. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി ലോഫിംഗ്. മുത്തശ്ശിയുടെ ഈ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ മണി ചിരിയോടെ പറയാണ്, ആദ്യം മുത്തശ്ശിയുടെ കണ്ണടയൊന്ന് റെഡിയാക്കി എടുക്കും. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ആദ്യം കണ്ണട കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എ ഡേ ലേറ്റർ. ഒരു ദിവസത്തിന് ശേഷം ദേ വേർ ഇൻ എ ബസ് അഗെയിൻ. അവർ വീണ്ടും ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. ഗ്രാനി വിൻഡോയ്ക്ക് അടുത്തുള്ള ഒരു സീറ്റിലാണ് ഇരുന്നത്. ആൻഡ് മണി സാറ്റ് ഡിസൈഡ് ഹെർ. മണി മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഹി ഹാഡ് ന്യൂ ഷൂസ്. അവന് പുതിയ ഷൂസ് ഗ്രാനി വാങ്ങിച്ചിരുന്നു. ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വുളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. മുത്തശ്ശി മണിക്ക് പുതിയ ഷൂസ് വാങ്ങിച്ചിരുന്നു. മുത്തശ്ശിക്ക് ഒരു കുട വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ വീട്ടിലുള്ള മണിയുടെ അച്ഛന് വേണ്ടി ഒരു ടിബറ്റൻ പുള്ളോവർ, ടിബറ്റിൽ നിന്നുള്ള കച്ചവടക്കാർ വിൽക്കുന്ന ഒരു കമ്പിളി കുപ്പായം, അതും വാങ്ങിച്ചിരുന്നു. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബൽ. അതുപോലെ തന്നെ കുറെ വിത്തുകളും ഉള്ളികളും അതുപോലെ അവരുടെ പശുവിനുള്ള ഒരു ബെല്ലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാനി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ആസ് ദ ബസ് മൂഡ് ഓഫ്, ബസ് യാത്ര തുടങ്ങിയപ്പോൾ ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ഗ്രാനി നല്ല താല്പര്യത്തോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡ് ഇൻ സീൻ ഫോർ എ ലോങ് ടൈം. കുറേ കാലങ്ങളായി കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗ്രാനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ, മിൽക്ക് മെൻ ഓൺ ദ റോഡ്, റോഡിലൂടെ പോകുന്ന പാൽ കച്ചവടക്കാർ, 2 ഡോഗ്സ് റഷിംഗ് എലോങ് ബിസൈഡ് ദ ബസ്, ബസിന്റെ അടുത്തുകൂടെ തിരക്ക് പിടിച്ച് ഓടുന്ന 2 ഡോഗ്സ്, മങ്കീസ് ഇൻ ദ ട്രീസ്, മരങ്ങളുടെ മുകളിലിരിക്കുന്ന കുരങ്ങന്മാർ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്ത് ഒരു മഴവില്ല് കൂടിയും മുത്തശ്ശിക്ക് കാണാൻ സാധിച്ചു. അതായിരുന്നു മുത്തശ്ശി കണ്ട കാഴ്ചകളിലെ ഏറ്റവും വണ്ടർഫുൾ ആയിരുന്നു. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ദം ആൾ, കണ്ടതിൽ വെച്ച് ഏറ്റവും അതിശയകരമായത് അതായിരുന്നു. എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്ത് ഒരു മഴവില്ല. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി, പെർഫെക്റ്റായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അത്ര വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. പക്ഷെ നേരത്തെ കാണാൻ കഴിഞ്ഞിരുന്നതിനേക്കാളും ഒരുപാട് നന്നായി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഗ്രാനി വളരെ ഹാപ്പിയുമായിരുന്നു. ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. ആ പുരോഗതിയില്, മാറ്റത്തില് ഗ്രാനി വളരെ ഹാപ്പി ആയിരുന്നു. മണി വാച്ച്ഡ് ഫോർ എ ടൈം. ഈ കാഴ്ചകളെല്ലാം മണിയും കുറച്ചു നേരം നോക്കിയിരുന്നു, കണ്ടു. ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മുത്തശ്ശിയുടെ ആവേശം നിറഞ്ഞ ആ സംസാരം അതവൻ കുറെ നേരം കേട്ടുകൊണ്ടിരുന്നു. Then his head began to nod. പിന്നെ അവന് ഉറക്കം വരുന്നുണ്ട്. അവന്റെ തല പതുക്കെ ആടാൻ തുടങ്ങി. It dropped against Granny's shoulder. ഗ്രാനിയുടെ ചുമലിലേക്ക് അവന്റെ തല വീണു. And remained there. അവന്റെ തല ഗ്രാനിയുടെ ചുമലിൽ തന്നെ ഇരുന്നു, comfortably supported. The bus swerved and jolted along the winding mountain road. Winding mountain road എന്ന് പറയുമ്പോൾ ആ മലമ്പ്രദേശത്ത് കൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ്. ആ റോഡിലൂടെ ആ ബസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നുണ്ടായിരുന്നു. ദ ബസ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ്. അതുപോലെ തന്നെ അത് കുലുങ്ങുന്നും ചാടുന്നും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. പക്ഷെ മുത്തശ്ശിയുടെ ചുമലിൽ തല ചാരിക്കൊണ്ട് മണി സുഖമായി ഉറങ്ങി. ഈ സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷൻ സമ്മറിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.